സെമിയോട്ടിക്കായുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ വള്ളിക്കുന്ന്, തിരൂരങ്ങാടി. നമുക്ക് വള്ളിക്കുന്നിൽ നിന്ന് ആരംഭിക്കാം. ഇവിടെ LDF സ്ഥാനാർത്ഥി CP മുസ്തഫ, UDF സ്ഥാനാർത്ഥി TV ഇബ്രാഹിം, NDA സ്ഥാനാർത്ഥി M പ്രൈമൻ മാസ്റ്റർ. 2021 തെരഞ്ഞെടുപ്പിൽ വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിൽ P അബ്ദുൽ ഹമീദ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ഒരു മണ്ഡലമാണ്. UDF സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ വള്ളിക്കുന്നിലെ സമ്മതിദായകർ ഓരോ മുന്നണിയെയും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിൽ UDFനാണ് ഒന്നാം സ്ഥാനം. NDA രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. പ്രാദേശിക വികസനത്തിൽ യുവജന പിന്തുണയിൽ UDF ഒന്നാം സ്ഥാനത്തും LDF രണ്ടാം സ്ഥാനത്തുമാണ്. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ LDF ഒന്നാമതും UDF രണ്ടാമതുമാണ്. നേതൃപാടവവും സഹിഷ്ണുതപരമായ രാഷ്ട്രീയം, ഈ ഘടകങ്ങളിൽ UDF ഒന്നാം സ്ഥാനത്തും LDF രണ്ടാം സ്ഥാനത്തുമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക AI നമ്മൾക്ക് വേണ്ടി അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം ആരാണ് വള്ളിക്കുന്ന് ജയിക്കുവാൻ പോകുന്നത്. സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നു. ഇവിടെ TV ഇബ്രാഹിം UDF സ്ഥാനാർത്ഥി 54% വോട്ട് വിഹിതം നേടി ജയിക്കുവാനാണ് സാധ്യത. LDF സ്ഥാനാർത്ഥിക്ക് ഏകദേശം 39% വോട്ടാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 7% വോട്ട് വീതവും സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. ഇനി നമുക്ക് തിരൂരങ്ങാടി മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി അജിത് കൊളാടി, UDF സ്ഥാനാർത്ഥി PMA സമീർ, NDA സ്ഥാനാർത്ഥി റിജു C രാഘവ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ KP മജീദ് 50% വോട്ട് വീതം നേടി ജയിച്ച മണ്ഡലമാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ തിരൂരങ്ങാടിയിലെ വോട്ടർമാർ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരിലെ വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും UDF ഒന്നാം സ്ഥാനത്താണ്. പ്രാദേശിക വികസനത്തിൽ NDA ഒന്നാം സ്ഥാനത്താണ്. ബാക്കി എല്ലാ ഘടകങ്ങളിലും LDF രണ്ടാം സ്ഥാനത്താണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും കൂട്ടിയിണക്കി സെമിയോട്ടിക്ക AI നമുക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ PMA സമീർ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി 58% വോട്ട് വിഹിതം നേടി ജയിക്കും എന്നാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 37%, NDA സ്ഥാനാർത്ഥിക്ക് 5% വോട്ട് വിഹിതം ലഭിക്കുമെന്നും സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നു. മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.